ഇന്ത്യ ഇംഗ്ലണ്ട് രണ്ടാമത്തെ T20 ഇന്നായിരുന്നു. ഇപ്പോഴത്തെ ഇന്ത്യ മികച്ച വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇംഗ്ലണ്ട് വീണ്ടും നാണം കെട്ട് തോറ്റിരിക്കുകയാണ്. ഇന്ത്യക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. ആദ്യ മത്സരത്തിലും ഇന്ത്യ ജയിച്ചിട്ടുണ്ടായിരുന്നു. വിജയകുതിപ്പ് ഇന്ത്യ തുടർന്നും ആവർത്തിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യ ഇപ്പോൾ ഓരോ മത്സരം കഴിയുന്തോറും മികച്ച കളി കാഴ്ചവെച്ചു വരികയാണ്. ടെസ്റ്റിലും ഏകദിനത്തിലും ഇന്ത്യ മോശം കളി കാഴ്ചവെക്കുമ്പോൾ T20യിൽ ഇന്ത്യയുടെ കുതിപ്പ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് കാരണം ഗംഭീർ തന്നെയാണ്. ഗംഭീറിന്റെ പ്ലാൻ അനുസരിച്ചാണ് T20 ടീം മുന്നോട്ട് പോകുന്നത്. ഇതേ സമയം ഏകദിന ടെസ്റ്റ് ഇതിൽ ഗംഭീറിന് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുന്നില്ല. BCCI ഗംഭീറിന്റെ ആശയങ്ങളെ തടയുകയാണ്. ഇന്നത്തെ മത്സരത്തിൽ ഇന്ത്യ ബാറ്റിംഗിലും ബൗളിംഗിലും മികച്ചു നിന്നു. ഇന്ത്യയുടെ ബാറ്റിന്റെ ചൂട് ഇംഗ്ലണ്ട് ശരിക്കും ഇന്ന് മനസ്സിലാക്കി. ഇംഗ്ലണ്ടുമായിട്ട് കളിക്കുമ്പോൾ ഇന്ത്യൻ താരങ്ങൾക്ക് പേടിയുണ്ടായിരുന്നു. കാരണം ഇംഗ്ലണ്ട് T20യിൽ മികച്ചവരാണ്. പക്ഷേ ഇന്ത്യ വിചാരിച്ചതുപോലെ സമ്മർദ്ദം തരാൻ ഇംഗ്ലണ്ടിന് സാധിക്കുന്നില്ല. ഇന്ന് ചെന്നൈയിലാണ് കളി നടന്നത്. ഇന്ത്യ മികച്ച ബാറ്റിംഗ് പുറത്തെടുത്തു. ഇന്നത്തെ മാച്ച് വിജയിച്ചപ്പോൾ ഇന്ത്യ പരമ്പരയിൽ 2-0 മുന്നിലായിരിക്കുകയാണ്. 5 T20 ആണ് കളിക്കുന്നത്. ഇപ്പോൾ തന്നെ ഇന്ത്യ 2 കളി ജയിച്ചു കഴിഞ്ഞു. ഇന്ത്യ കൂടുതലും പരമ്പര നേടാൻ സാധ്യതയുണ്ട്. അടുത്ത മത്സരം കൂടി ജയിച്ചാൽ ഇന്ത്യക്ക് പരമ്പര ലഭിക്കും. ഇതൊരു ടീം വർക്കിന്റെ വിജയമാണ്. കോച്ച് ഗംഭീറും അതുപോലെ തന്നെ ക്യാപ്റ്റൻ സൂര്യകുമാറും കീപ്പറായ സഞ്ജുവും ടീമിന് നല്ല സംഭാവനകൾ കൊടുക്കുന്നുണ്ട്. ഇതുപോലത്തെ കളി ഇന്ത്യ ഈ വർഷത്തെ എല്ലാ T20യിലും കാഴ്ചവെച്ചാൽ ഉറപ്പായിട്ടും ഇപ്രാവശ്യത്തെ T20 വേൾഡ് കപ്പ് ഇന്ത്യക്ക് നേടാൻ സാധിക്കും. ഇപ്രാവശ്യത്തെ T20 വേൾഡ് കപ്പിൽ സഞ്ജു ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും. സഞ്ജുവിനെ ടീമിൽ നിന്ന് മാറ്റി നിർത്താൻ സാധിക്കില്ലെന്നാണ് സൂര്യകുമാർ വ്യക്തമാക്കിയത്. അങ്ങനെ ഇന്ത്യ അടുത്തൊരു T20 കൂടി ജയിച്ചിരിക്കുകയാണ്. ഇംഗ്ലണ്ട് ശരിക്കും നാണം കെട്ടു. ഒരു പക്ഷേ ഈ ഒരു T20 സീരീസ് ഇന്ത്യ തൂത്തുവാരിയേക്കും. അതുപോലത്തെ കളിയാണ് ഇന്ത്യ കാഴ്ചവെക്കുന്നത്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ T20ക്ക് വേണ്ടി കാത്തിരിക്കാം. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.